വെൽക്കം ടു ഫുഡ് ടാഗ്. പൊറോട്ടയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ കറിയും ഇല്ലെങ്കിൽ അതവിടെ ഉണങ്ങി വരണ്ട് മുക്കിൽ കിടക്കും. പിന്നെ അവസാനം അത് നമ്മൾ പുറത്തേക്ക് കളയും. അപ്പോൾ ഇനി അങ്ങനെ ആരും ചെയ്യണ്ട. ഒരു പൊറോട്ട ഉണ്ടെങ്കിൽ പോലും നമുക്ക് സൂപ്പറായിട്ടൊരു നേരത്തെ ഒരാൾക്കുള്ള മീൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് പൊറോട്ടയിൽ മാത്രമല്ല, ചപ്പാത്തിയിലും ഇടിയപ്പത്തിലൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നലെ രാത്രി പൊറോട്ടയായിരുന്നു. അപ്പോൾ ഒരു പൊറോട്ടയായിട്ട് ബാക്കി വന്നു, കറിയും ഇല്ല. അപ്പോൾ ഞാനിത് മുറിച്ച ശേഷമാണ് ആലോചിച്ചത് എന്നാൽ പിന്നെ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. സാധാരണ ഞാൻ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണത്. അപ്പോൾ പൊറോട്ട വലിയൊരു പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഒറ്റ പൊറോട്ട ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഒരു വലിയ സവാള ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന് താഴെയായിട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. നിങ്ങൾ സവാളയ്ക്ക് മുമ്പായിട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുത്തോളൂ, ഞാൻ വിട്ടുപോയി. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. അടുത്ത ഒരു പകുതി ക്യാപ്സിക്കം ചെറുതായിട്ട് മുറിച്ചതിട്ട് കൊടുക്കണം. വീണ്ടും ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ക്യാപ്സിക്കം നന്നായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് ക്രഞ്ചി ആയിരുന്നാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഇതിൽ പച്ചവാസനയൊക്കെ പോകണം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ ഇതിൽ. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പൊറോട്ടയിൽ ഉപ്പുണ്ട്, അത് ശ്രദ്ധിച്ച് വേണം അതിൽ ഇടാനായിട്ട്. ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് 1 മുട്ട കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മുട്ട ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1 പൊറോട്ട ആയതുകൊണ്ടാണ് 1 മുട്ട എടുത്തത്. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് പകുതി വേവാവണ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ കെച്ചപ്പ്, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1/4 ടീസ്പൂണിന് താഴെയായിട്ട് സോയ് സോസ്, 1 ടീസ്പൂൺ മേനീസ്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചെറുതായിട്ട് മുറിച്ച് വെച്ച പൊറോട്ട ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു വലിയ പൊറോട്ട ആയതുകൊണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും ഫൈനലായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മസാലകളെല്ലാം ഈ പൊറോട്ടയിൽ നന്നായിട്ട് പിടിച്ച്, ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ചെറുതായിട്ട് മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട്. ചട്ടുകം കൊണ്ട് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് നോക്കൂ. ഒരൊറ്റ പൊറോട്ട കൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയെടുത്തത്. വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരാൾക്ക് നന്നായിട്ട് കഴിക്കുക, കുട്ടികളാണെങ്കിൽ 2 പേർക്ക് കഴിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.